കാവേരി നദിയിൽ നിന്ന് 6000 ഘനയടി ജലം തമിഴ്നാടിന് നൽകണമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. വിവരങ്ങൾ നൽകാൻ സന്തോഷ് സലിംഗ് ചേരുകയാണ്. സന്തോഷ്, വളരെ നിർണായകമായ ഒരു തീരുമാനം. നേരത്തെ തന്നെ ഒരുപക്ഷെ പറഞ്ഞിരുന്നതാണ് 6000 ഘനയടി എന്ന ആ ഒരു നിലപാടിൽ തന്നെ ഇപ്പോഴും സുപ്രീം കോടതി ഉത്തരവിട്ടിരിക്കുന്നു. മറ്റു വിവരങ്ങൾ കൂടി. അഞ്ജു, ഇന്ന് സുപ്രീം കോടതി വീണ്ടും കാവേരി വിഷയത്തിൽ കേസ് പരിഗണിച്ചു, വാദം കേട്ടു. അതിനുശേഷമാണ് കർണാടകയ്ക്ക് കനത്ത നിശിതമായ വിമർശനം നൽകിക്കൊണ്ട് 6000 ക്യൂസെക് ജലം തമിഴ്നാടിന് വിട്ടു നൽകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. 2 ദിവസത്തേക്കാണ് തമിഴ്നാടിന് നൽകാൻ ആവശ്യപ്പെട്ടത്. കർണാടക ഇന്ന് ഒരു പുതിയ വാദം സുപ്രീം കോടതിയിൽ എടുത്തു. അവർ വ്യക്തമാക്കിയത് ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നത് പ്രകാരം 10 ദിവസമോ 20 ദിവസത്തിനകത്തോ ഈ സുപ്രീം കോടതി പറഞ്ഞതുപോലുള്ള ജലം അത്രയും തമിഴ്നാടിന് നൽകാൻ കഴിയില്ല. അത്രയ്ക്കുള്ള ജല ലഭ്യത കുറവ് കർണാടകയ്ക്കുണ്ട്. ആ സാഹചര്യത്തിൽ ജലം നൽകാം, പക്ഷെ അതിന് 2 മാസമെങ്കിലും അനുവദിക്കണം. നവംബർ മാസത്തിനകം പറഞ്ഞിരിക്കുന്ന ജലം നൽകാനാകും, പക്ഷെ ഉടൻ നൽകാനാകില്ല എന്നായിരുന്നു കർണാടക ഇന്ന് സുപ്രീം കോടതിയിൽ എടുത്ത നിലപാട്. പക്ഷെ സുപ്രീം കോടതി ഇത് അംഗീകരിച്ചില്ല. നേരത്തെ തന്നെ സുപ്രീം കോടതി സംബന്ധിച്ച് ഉത്തരവുണ്ടായിട്ടുണ്ട്, പക്ഷെ ആ ഉത്തരവൊന്നും കർണാടക അംഗീകരിച്ചില്ല. കർണാടകയുടെ നടപടി ഫെഡറൽ സംവിധാനത്തിന് എതിരാണെന്ന കനത്ത വിമർശനം തന്നെ സുപ്രീം കോടതി നടത്തുകയും ചെയ്തു. നിലവിലെ സാഹചര്യത്തിൽ 6000 ക്യൂസെക് ജലം തമിഴ്നാടിന് 2 ദിവസത്തിനകം നൽകാനും സുപ്രീം കോടതി ഉത്തരവിട്ടു. സന്തോഷ്, സുപ്രീം കോടതി വിധി അനുസരിച്ച് തമിഴ്നാടിന് ജലം നൽകാനുള്ള വെള്ളം ഇല്ല എന്നാണ് കർണാടക വാദിച്ചത്. ഈ വാദത്തെ സുപ്രീം കോടതി പാടെ നിഷേധിക്കുകയായിരുന്നു. അഞ്ജു, നേരത്തെ തന്നെ കർണാടക ഇതേ നിലപാടായിരുന്നു. അതായത് ഇപ്പോൾ ജലലഭ്യത കുറവുണ്ട്, ഈ സാഹചര്യത്തിൽ ഇത്രയേറെ ജലം നൽകാനാകില്ല എന്നാണ്. പക്ഷെ സുപ്രീം കോടതി തിരിച്ചു പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ പരിശോധിച്ച ശേഷമാണ് സുപ്രീം കോടതി നൽകാനാകുന്ന ജലത്തിന്റെ അളവ് പറഞ്ഞത്. എന്നിട്ടും ജലം നൽകാതിരിക്കുന്നത് ഫെഡറൽ സംവിധാനത്തിന്റെ നിലപാടിന് എതിരാണ്. ഇത് അംഗീകരിക്കാനാകില്ല. നിലവിൽ 2 ദിവസത്തേക്ക് 6000 ക്യൂസെക് ജലം നൽകുക, അതിനുശേഷം 2 ദിവസത്തിനകം വീണ്ടും വാദം കേൾക്കാം എന്ന് സുപ്രീം കോടതി അറിയിച്ച് വ്യാഴാഴ്ച വീണ്ടും വാദം കേൾക്കും. കേന്ദ്ര സർക്കാരിന്റെ നിലപാടും സുപ്രീം കോടതി ഇക്കാര്യത്തിൽ ആരായാൻ ശ്രമിക്കുന്നുണ്ട്. അഞ്ജു, എന്തായാലും 3000 ഘനയടി ജലം ആദ്യം നൽകണമെന്ന് കാവേരി മേൽനോട്ട സമിതി കർണാടകയോട് നിർദ്ദേശിച്ചിരുന്നു. അതിനു പിന്നാലെ ഒരവസരത്തിൽ തന്നെ സുപ്രീം കോടതി ഇതേ ഘനയടി 6000 ഘനയടി ജലം നൽകണമെന്ന് അന്ന് നിർദ്ദേശിച്ചിരുന്നതാണ്. എന്നാൽ അതിനെയൊക്കെ പാടെ തള്ളിക്കൊണ്ട് കർണാടക സുപ്രീം കോടതി വിധിയെ പരിഗണിക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു അവസരത്തിലാണ് ഇത്തരം ഒരു വിധി വീണ്ടും വന്നിരിക്കുന്നത്. ഇത് കർണാടകയ്ക്ക് വലിയൊരു തിരിച്ചടി തന്നെയല്ലേ? അഞ്ജു, 2 ആഴ്ച മുമ്പാണ് കാവേരി മേൽനോട്ട സമിതി യോഗം ചേർന്ന് 3000 ക്യൂസെക് ജലമെങ്കിലും തമിഴ്നാടിന് നൽകാൻ ആവശ്യപ്പെട്ടത്. എന്നാൽ അതിനുശേഷം 3 ദിവസത്തിന് ശേഷം ഇതിനെതിരെ കർണാടക നൽകിയ ഹർജി സുപ്രീം കോടതി വീണ്ടും പരിഗണിച്ചു. കാവേരി മേൽനോട്ട സമിതിയുടെ നടപടി അന്ന് സുപ്രീം കോടതി വിമർശിക്കുകയായിരുന്നു. കാരണം ജലത്തിന്റെ അളവ് കുറയ്ക്കുന്നത് അംഗീകരിക്കാനാകില്ല, നൽകണം എന്ന് തന്നെയാണ് ആവശ്യപ്പെട്ടത്. 6000 ക്യൂസെക് നൽകാൻ 1 ആഴ്ച മുമ്പ് ആവശ്യപ്പെട്ടു. അതേ ഉത്തരവ് വീണ്ടും സുപ്രീം കോടതി പുതുക്കി എന്നതേ ഉള്ളൂ. ഏതെങ്കിലും തരത്തിൽ ജലത്തിന്റെ അളവ് കുറയ്ക്കാൻ ഇന്ന് സുപ്രീം കോടതി തയ്യാറായില്ല എന്ന് നാം നേരത്തെ പറഞ്ഞതുപോലെ കർണാടക ഒരു പുതിയ നിലപാടെടുത്തു. ജലം നൽകാം, നൽകില്ല എന്ന പഴയ നിലപാട് മാറ്റി നൽകാം, പക്ഷെ അതിന് സമയം വേണം, 2 മാസത്തെ സമയമെങ്കിലും വേണമെന്ന പുതിയ നിലപാടാണ് ഇന്ന് കർണാടക കൈക്കൊണ്ടത്. പക്ഷെ അതും സുപ്രീം കോടതി അംഗീകരിച്ചില്ല. ഇപ്പോൾ ജലം നൽകുക, അതിനുശേഷം വീണ്ടും വാദം കേൾക്കാം, വാദം കേട്ടതിന് ശേഷം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാം എന്നറിയിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ നിലപാടും അറിയും. അതിനാണ് 2 ദിവസത്തേക്ക് ജലം നൽകാൻ ആവശ്യപ്പെട്ട് 2 ദിവസം വീണ്ടും വാദം കേൾക്കാൻ സുപ്രീം കോടതി തീരുമാനിച്ചിരിക്കുന്നത്. ശരി, വ്യക്തമാണ്. കാവേരി നദിയിൽ നിന്ന് 6000 ഘനയടി ജലം തമിഴ്നാടിന് നൽകണമെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടിരിക്കുന്നു. വിവരങ്ങളാണ് സന്തോഷ് സലിംഗ് നൽകിയത്.